വെൽക്കം ടു another episode of collegemunshi.com. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാം. അതിനുശേഷം ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കാം. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. എക്സാമിനെ പറ്റിയും അതുപോലെ തന്നെ കട്ട് ഓഫിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. ഏകദേശം സ്റ്റുഡൻസിന്റെ റിവ്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പേപ്പർ ആണ് ഈ വർഷത്തെ കുട്ടികള് നീറ്റിനെ അറ്റൻഡ് ചെയ്ത കുട്ടികള് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇതേ രീതിയിൽ നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. കട്ട് ഓഫ് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റാങ്കിനെ പറ്റിയാണ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലിനെ പറ്റിയാണ്. അപ്പൊ ആ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം ഏതാണോ ലാസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത് ആ റാങ്ക് ഡീറ്റെയിൽ തന്നെയാണ് ഈ വർഷവും വരാൻ സാധ്യതയുള്ളത്. ആ ഒരു റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടായി, നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു റാങ്ക് ഡീറ്റെയിൽ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്ക് ഡീറ്റെയിൽ ആണ്. മോപ്പ് റൗണ്ടിൽ വലിയൊരു ഡിഫറൻസ് വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഉള്ളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ മോപ്പ് റൗണ്ടിന്റെ ലാസ്റ്റ് റാങ്ക് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ, അതുപോലെ തന്നെ കൗൺസിലിംഗ് സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ അഡ്മിഷൻ സപ്പോർട്ടുകളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ 20ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ളത്. ആ 20 പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് തൊടുപുഴയാണ്. പിന്നെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അമല. അതുപോലെ തന്നെ അസീസിയ കൊല്ലം, അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ തിരുവല്ല, ഡോക്ടർ മൂപ്പൻസ് വയനാട് ഉണ്ട്. അതുപോലെ തന്നെ MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശൂർ, KMCT കാലിക്കറ്റ്, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലം, കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോലഞ്ചേരി, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോഴിക്കോട്, മൗണ്ട് സിയോണ് പത്തനംതിട്ട, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറ്, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല, ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം, ശ്രീ സോമർവെൽ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജ് ഡീറ്റെയിൽസ് ആണ്. 20ഓളം മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് നിലവിലുള്ളത്. ഇപ്പൊ അപ്രൂവൽ കിട്ടിയ കേരളത്തിൽ നിലവിലുള്ളത് 20ഓളം മെഡിക്കൽ കോളേജുകളാണ്. അപ്പൊ ഈ 20ഓളം മെഡിക്കൽ കോളേജിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഫീസ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഏകദേശം ഇയർലി ഫീസ് വരുന്നത് ഏകദേശം 7 മുതൽ 8 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷം റിവൈസ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഫീസ് തന്നെ സ്റ്റുഡൻസിന് പഠിക്കാവുന്നതാണ്. അപ്പോ 5 വർഷത്തെ ഫീസാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ഏകദേശം അങ്ങനെയുള്ള ഹൗസ് സർജൻസിയുടെ ഫീസ് കൂടെ നമ്മൾ 5 വർഷമായിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 5 വർഷത്തെ ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രൈവറ്റ് കോളേജിലെ ഫീസാണ് ഏറ്റവും കുറഞ്ഞ ഫീസ്. 7 ലക്ഷം രൂപയ്ക്കൊന്നും മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. അപ്പൊ കുറെ കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. കേരളം കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ ഫീസ് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ തന്നെ മിനിമം പാക്കേജ് ഒക്കെ തന്നെ നമ്മളൊരു 5 വർഷത്തെ പാക്കേജ് മിനിമം നോക്കുകയാണെങ്കിൽ വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70 lakhs വരുന്നുണ്ട്. ആ ഒരു ഫീസ് ഒക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ കിട്ടാത്ത സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 70 lakhs തന്നെ 70 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തെ ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് അഡ്മിഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോളേജിന്റെ ലിസ്റ്റുകൾ, കോളേജിനെ പറ്റി നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു.
അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ്. അപ്പൊ നിങ്ങൾ ഈ കേരളത്തിന്റെ ഓപ്ഷൻ എൻട്രിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കോളേജുകളൊക്കെ ആയിരിക്കാം മിക്കവാറും ഓപ്ഷൻ എൻട്രി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ റാങ്ക് ബേസ് ആണ് ഓപ്ഷൻ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് മെറിറ്റിന്റെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എൻട്രി ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് കൂടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നീറ്റിന്റെ എല്ലാവിധ അപ്ഡേറ്റ്സ് നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറാണ്. 9627 അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി പുതിയ കോളേജ് ആണ്, അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ലാസ്റ്റ് റാങ്ക് ഒക്കെ തന്നെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്, വാളയാർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോ 9267 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ റാങ്ക് നോക്കുകയാണെങ്കിൽ അത് വന്നിട്ടുള്ളത് അമലയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അമല നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജൂബിലിയിലാണ് ഏറ്റവും കുറഞ്ഞ റാങ്ക് വന്നിട്ടുള്ളത് 2372. അത് കഴിഞ്ഞിട്ട് അമല 2568. ഈ രണ്ടും നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നിങ്ങൾ ഓപ്ഷൻ എൻട്രിയിൽ. അടുത്ത ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈഴവ കാറ്റഗറിയിലും ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ തന്നെയാണ്. 10,109 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഇപ്പോൾ മുസ്ലിം കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 11,441 വന്നിട്ടുള്ളത്. ഇനി അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലാറ്റിൻ വിഭാഗം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. 13,192 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്ത കാറ്റഗറി നോക്കുകയാണെങ്കിൽ ധീവരയാണ്. ധീവര വിഭാഗം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 11,155 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതും പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. ഇനി അടുത്ത ലാസ്റ്റ് റാങ്ക് വിശ്വകർമ്മ വിഭാഗം നോക്കുകയാണെങ്കിൽ 12,265 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ ഒരു റാങ്കിനുള്ളിലാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 100% കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം നോക്കുകയാണെങ്കിൽ 9,780 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതും വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. അടുത്ത ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ BX എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗം നോക്കുകയാണെങ്കിൽ ഡോക്ടർ മൂപ്പൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടിലാണ് വന്നിട്ടുള്ളത്. 12,605 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്ത KN വിഭാഗം നോക്കുകയാണെങ്കിൽ 14,881 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. അടുത്തതായിട്ട് KU കുശവ വിഭാഗം നോക്കുകയാണെങ്കിൽ 23,306 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതും ഡോക്ടർ മൂപ്പൻസിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് SC വിഭാഗത്തിൽ ഏറ്റവും ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത് 16,555 പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. അടുത്ത ST വിഭാഗം നോക്കുകയാണെങ്കിൽ 25,342 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. OBC വിഭാഗം നോക്കുകയാണെങ്കിൽ 16,827 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അതും OBC ഇഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 16,827 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെന്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ്. ഇനി അടുത്ത തേർഡ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ലാസ്റ്റ് റാങ്കും വന്നിട്ടുള്ളത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ വന്നിട്ടുള്ളത്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സ്റ്റേറ്റ് വിഭാഗത്തിൽ 10,095. അടുത്തത് മുസ്ലിം കാറ്റഗറി ഈഴവ വിഭാഗത്തിൽ 10,510. അടുത്തതായിട്ട് മുസ്ലിം വിഭാഗത്തിൽ 11,694. അടുത്തതായിട്ട് ലാറ്റിൻ വിഭാഗത്തിൽ 13,192 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. ധീവര വിഭാഗത്തിൽ വന്നിട്ടുള്ളത് 11,228 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. വിശ്വകർമ്മ വിഭാഗത്തിലാണെങ്കിൽ 12,854 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിലാണ് വന്നിട്ടുള്ളത്. ബാക്ക്വേർഡ് ഹിന്ദു നോക്കുകയാണെങ്കിൽ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. 10,157 ഡോക്ടർ മൂപ്പൻസിൽ വന്നിട്ടുള്ളത്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ 12,605 ഡോക്ടർ മൂപ്പൻസിലാണ് വന്നിട്ടുള്ളത്. അടുത്ത KN വിഭാഗം നോക്കുകയാണെങ്കിൽ
പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ് ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. 14,881 ലാസ്റ്റ് റാങ്ക്. അടുത്ത KU വിഭാഗം നോക്കുകയാണെങ്കിൽ 23,430 ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അടുത്ത SC വിഭാഗം നോക്കിയാൽ SC വിഭാഗം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീസ് ഒന്നും തന്നെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് SC വിഭാഗത്തിലും ഫീസ് ഒന്നും തന്നെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ SC ST വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എല്ലാ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഫീസ് ഒന്നും പേയ്മെന്റ് ചെയ്യാതെ ഗവൺമെന്റ് മെഡിക്കൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ SC വിഭാഗം നോക്കുകയാണെങ്കിൽ 16,710 പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തന്നെയാണ്. അടുത്ത ST വിഭാഗം നോക്കുകയാണെങ്കിൽ 25,507 വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. അടുത്ത EWS വിഭാഗം നോക്കുകയാണെങ്കിൽ EWS ചില കോളേജിൽ മാത്രമേ റിസർവേഷൻ ഉള്ളൂ. ഡോക്ടർ മൂപ്പൻസിലാണ് ലാസ്റ്റ് റാങ്ക് വന്നത്. 16,957 ലാസ്റ്റ് റാങ്ക് വന്നത്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ടായ തേർഡ് അലോട്ട്മെന്റിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ NRI കോട്ട അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലോ അല്ലെങ്കിൽ ഡീംഡ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എല്ലാവരുടെ ഹെൽപ്പും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.